പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ പ്ലസ് അക്കാഡമിയിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, സപ്പോർട്ടിംഗ് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് 10ാം ക്ലാസ്സിലെ ഫിസിക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് പഠിച്ച് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, A+ വാങ്ങാം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മറിച്ച് നല്ലോണം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 10ാം ക്ലാസ്സിലെ ഫിസിക്സിന് A+ കിട്ടുള്ളൂ. ഏത് വിഷയം അങ്ങനെ തന്നെയാണ്, നല്ലോണം ഇരുന്ന് പഠിക്കണം. അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്ത് നോക്കുകയാണ്, 9ലെ ഫിസിക്സ് 10ലെ ഫിസിക്സ് ഏതാണ് സുഖം? അങ്ങനെ ഒന്നുമില്ല. 9ലും ടൈറ്റ് ഉണ്ട്, 10ലും ടൈറ്റ് ഉണ്ട്. നമ്മൾ അതിനെ ഏത് രൂപത്തിൽ നോക്കി കാണുന്നു എന്നുള്ളതിലാണ് നമ്മുടെ സിമ്പിളും ടൈറ്റൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, എന്തായാലും 10ാം ക്ലാസ്സിൽ ഏത് വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് പഠിക്കുക, അതിന് A+ മേടിക്കുക എന്നുള്ളതാവണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരൊന്നും പറയുന്നില്ല, പേരൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പ് ഞാൻ ഒരു കഥ പറയട്ടെ. അതായത്, നിങ്ങൾ തോണിയിൽ പോയിട്ടുണ്ടോ? തോണി, ഏതാ തോണി? നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ തുഴങ്ങി 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 പോകുന്ന തോണിയാണോ? അതല്ല, മറിച്ച് നമ്മൾ ഈ കാർണിവലിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു തോണി ഉണ്ടാവും അല്ലെ, എല്ലാ ആൾക്കാരും ഇങ്ങനെ കയറും, ഇതിങ്ങനെ ആടുന്ന തോണി ഉണ്ടല്ലോ, ആ തോണിയിൽ നമ്മളിങ്ങനെ കയറും. ആൾക്കാരൊക്കെ ആ തോണിയിൽ കയറിയിട്ട് അല്ലേ, നിർത്തണേ നിർത്തണേ എന്നൊക്കെ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാകും. തോണി നിർത്തുമോ? ഇല്ല. അപ്പം ഞാൻ പറയുന്നത് തോണിയെ കുറിച്ചാണ്. തോണിയിൽ ആളുകൾ ഇങ്ങനെ കയറും അല്ലേ, കയറി കഴിഞ്ഞാൽ ഈ തോണി സ്റ്റാർട്ട് ചെയ്യും. തോണി സ്റ്റാർട്ട് ചെയ്തോടെ തോണി മേലെ പോകുന്നു അല്ലേ, പിന്നെ ഇങ്ങനെ പോകും. അങ്ങനെയാണോ? അല്ല, തോണിയിൽ ആളുകൾ കയറി കഴിഞ്ഞാൽ തോണി സ്റ്റാർട്ടാകും. തോണി സ്റ്റാർട്ടായ തോണിക്ക് എന്താ സംഭവിക്കുക? തോണി ഒന്ന് പതുക്കെ ഒന്ന് ബാക്കിലേക്ക് എടുക്കും, പിന്നെ ഒന്ന് മുന്നിലേക്ക് എടുക്കും. ഇത് ഇങ്ങനെ കൂടി 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 തോണി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക് നെയിം ഞാൻ പറയാൻ പോവാണ് കേട്ടോ, ശ്രദ്ധിച്ചോട്ടോ. അതായത്, തോണിയിൽ ആളുകൾ കയറിയല്ലോ, കയറി അല്ലേ. അപ്പോൾ കുറേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ, പ്രായം ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ടാവും അല്ലേ. അപ്പോൾ തോണിയിൽ ആൾക്കാർ കയറി, തോണി പതുക്കെ ഒന്ന് ബാക്കിലേക്ക് എടുത്തു, പതുക്കെ ഒന്ന് മുന്നിലേക്ക് എടുത്തു. ഇനിയിപ്പോൾ തോണി ഇങ്ങനെ ആടി ആടി ഇങ്ങനെ തോണി ഇങ്ങനെ റേഞ്ചിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ തോണി ഇവിടുന്ന് അതിൻ്റെ ആട്ടം തുടങ്ങി മുന്നിലേക്ക് വന്ന് ബാക്കിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ എന്തായി പറയുന്നത്, തോണി അതിൻ്റെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്തു. എന്താ പറഞ്ഞത്? ദോലനം. എല്ലാം ശ്രദ്ധിക്കേട്ടോ, ദോലനം അഥവാ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഓസിലേഷൻ എന്നാ പേര് പറയാം. മക്കളെ ശ്രദ്ധിച്ചോട്ടോ, ഓസിലേഷൻ. അപ്പം ഈ തോണി ഇവിടെ നിൽക്കുകയാണ്, എക്സാമ്പിൾ വിചാരിക്കുന്നു, ഇവിടെ നിൽക്കുകയാണ്. തോണി ഇങ്ങനെ മുന്നിലേക്ക് പോയി, തോണി ഇങ്ങനെ ബാക്കിലേക്ക് വന്നാൽ തോണി അതിൻ്റെ എന്ത് കംപ്ലീറ്റ് ചെയ്തു? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. നിങ്ങൾ തോണി കയറിയിട്ടുണ്ടോ? എന്താ അവസ്ഥ? തോണി കയറി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ, മുകളിൽ ഇങ്ങനെ പോയി അല്ലേ. നമ്മളിങ്ങനെ തോണി താഴേക്ക് വരുമ്പോൾ അല്ലേ, താഴേക്ക് വരുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് അല്ലേ. ആ ഫീലിംഗ് കിട്ടിയ ആൾക്കാരുണ്ട് ഇവിടെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരിൽ. പ്രത്യേക ഒരു അല്ലേ, ഒരു എന്തോ നമ്മളെ വയറ്റിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഓസിലേഷൻ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ടോപ്പിക് നെയിം ആണെന്ത്, ഓസിലേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു സംഗതി വരയ്ക്കാൻ പോകട്ടെ. സംഭവം ഇവിടെ വരയ്ക്കാം അല്ലേ. ഇവിടെ ഒരു സംഗതി വരയ്ക്കാൻ പോകുന്നത്, ഇതിന്റെ പേരാണ് സിമ്പിൾ പെൻഡുലം. മലയാളത്തിലും അത് തന്നെയാണല്ലോ. എന്താ പേര്? സിമ്പിൾ പെൻഡുലം. അതായത് ഒരു ചരടിന്റെ അറ്റത്ത് ഒരു ഒബ്ജക്റ്റ്, വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇട്ടൂടെ, കുഴപ്പമില്ലല്ലോ. അപ്പം ഈ ഒബ്ജക്റ്റ് ഞാൻ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ബാക്കിലേക്ക് പിടിച്ചു. ഇങ്ങനെ ബാക്കിലേക്ക് പിടിച്ചിട്ട് ഇതിനെ ഞാൻ വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിങ്ങനെ അവിടേക്ക് പോയിട്ട് തിരിച്ച് ഇവിടേക്ക് തന്നെ വരും അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പെൻഡുലം അതിൻ്റെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ, വിട്ട് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഇവിടേക്ക് കൂടി ഇങ്ങനെ വരും അല്ലേ. ഇവിടേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, അത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് പറയാൻ പോകട്ടെ. തോണിയുടെ ഒരു ഓസിലേഷൻ പറഞ്ഞല്ലോ, അപ്പൊ സിമ്പിൾ പെൻഡുലത്തിന്റെയും ഒരു ഓസിലേഷൻ, ഒരു ദോലനം നമുക്ക് പറയാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ മക്കളെ, ശ്രദ്ധിച്ചോ. ഞാനിത് ഇങ്ങനെ പിടിച്ചു അല്ലേ, പിടിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നിട്ട് തിരിച്ച് ഇവിടേക്ക് തന്നെ വരൂലേ, ഇവിടേക്ക് തന്നെ എത്തൂലേ. അപ്പൊ അത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇത് ഒരു തവണ ഇങ്ങനെ വന്നു, തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു, വീണ്ടും ഇങ്ങനെ വന്നു, 2 തവണ ഇങ്ങനെ ആടുകയാണെങ്കിൽ 2 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഇപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മൾ ഈ നിലമ്പൂർ പാട്ടുത്സവമൊക്കെ അവിടെയൊക്കെ പോകും അല്ലേ. അത് പറയും, ഓ കഴിഞ്ഞ കൊല്ലം തോണിക്ക്
ആട്ട ഇങ്ങനെ 10 വലിയ ആട്ട ആട് ഇനി ഇപ്പം 5 6 7 ആടുള്ളൂ എന്ന് പറയാം. അതിന്റെ കാരണം എന്താ അറിയോ? അതിങ്ങനെ എണ്ണും. അതായത് ഒരു തവണ മേലെ പോയിട്ട് ഇങ്ങനെ പോയി തിരിച്ച് ഇവിടെ വന്നു, ഒരു വട്ടം ആടി, പിന്നെ ഇങ്ങനെ പോയി, അതുപോലെ ഞാൻ എണ്ണും, കണക്ക് കൂട്ടും. അത്രയും ഭീകരന്മാരൊക്കെ ഉണ്ട്. നമുക്കറിയാം തോണി ഇങ്ങനെ മേലെ പോയിട്ട് താഴേക്ക് വരുന്ന ഫീലിംഗ് എപ്പോഴും ആലോചിക്കണം കേട്ടോ, കാരണം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അത് നോക്ക്, ഇവിടെ എന്താ നോക്കിയാൽ മക്കൾ എല്ലാവരും നോക്കിയേ. അപ്പം ഈ സിമ്പിൾ പെൻഡിൽ പാടുന്നില്ല എന്ന് വിചാരിക്കുക, ഇങ്ങനെ വെറുതെ അനങ്ങാതെ നിൽക്കുകയാണ്, ആടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. അപ്പം ആടുന്നതിന് മുമ്പുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു പ്രത്യേകമായ ഒരു പേരുണ്ട് മക്കളെ. ആ പേര് ഞാൻ പറയാൻ പോട്ടെ. ആ പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. എല്ലാവരും ഒന്ന് പറയാ, ഇക്വിലിബ്രിയം പൊസിഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ തുലനാവസ്ഥ. അങ്ങനെ താഴെ എഴുതാനുണ്ടോ? അനങ്ങാതെ നിൽക്കുന്ന ഈ അവസ്ഥയ്ക്കൊരു പേരുണ്ട്. ആ പേരാണെന്ത്? ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, പൊസിഷൻ എഴുതുന്നില്ല, ഇക്വിലിബ്രിയം മാത്രമേ എഴുതുന്നുള്ളൂ. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ തുലന സ്ഥാനം. കുഴപ്പമില്ലല്ലോ, പേര് വലിയ ബുദ്ധിമുട്ടുള്ള പേരൊന്നല്ലല്ലോ, തുലന സ്ഥാനം. അപ്പൊ തോണിക്ക് തുലസ്ഥാനം ഉണ്ടായിരുന്നില്ലേ? തോണിയുടെ തുലന സ്ഥാനമാകുമ്പോൾ ആക്രാന്തത്തോടെ തോണി വലിഞ്ഞു കയറുമല്ലോ, അപ്പൊ തോണി അനങ്ങാതെ നിൽക്കുമല്ലോ. ആ അവസ്ഥയാണെന്ത്? തോണിയുടെ തുലന സ്ഥാനം, തോണിയുടെ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ? അപ്പം ഈ ഒരു സിമ്പിൾ പെൻഡുലത്തേക്ക് വീണ്ടും വരിക. ഈ സിമ്പിൾ പെൻഡുലം ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ? അപ്പൊ ഇതിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ആട്ടി വിട്ടു അല്ലേ? അപ്പൊ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഒബ്ജക്റ്റ് മാക്സിമം ഇതുവരെ വന്നു, ഇത് തിരിച്ച് ഇങ്ങനെ പോയി അല്ലേ? അപ്പം ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം, എവിടേക്കുള്ള മാക്സിമം ആടിയല്ലോ, മാക്സിമം ആടിയില്ലേ, അവിടേക്കുള്ള ആ ദൂരമാണ് എന്ത് മക്കളെ? എ കൊണ്ട് അതിന് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളുടെ പേര് ഞാൻ പറയുന്നില്ല, എ കൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള മാക്സിമം ആടിയ ആ ദൂരത്തെ നമ്മൾ എന്ത് ചെയ്യും? എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അതേപോലെ ഇവിടെ നിന്ന് ഈ ഒരു ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെയും അല്ലെ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇതുവരെയും ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവൂലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എന്താണ് ഈ എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഒന്നാമത് നോക്കിയ ടോപ്പിക്ക്, ഇത് രണ്ടാമത് നോക്കിയ ടോപ്പിക്ക്, ഇത് മൂന്നാമത് നോക്കാൻ പോകുന്ന ആ ഒരു പേര്, ടോപ്പിക്കല്ല പേരുകൾ മനസ്സിലാക്കിയാൽ മതി. ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ പേരാണ് മക്കളെ എഴുതാൻ പോകുന്ന വാക്യങ്ങൾ കേട്ടോ. അതാണെന്ത്? അതാണെന്ത് പറഞ്ഞേ? ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി. ആയതി, ആരതിയല്ല, ആയതി. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്മോൾ ലെറ്റർ എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ചെറിയൊരു കാര്യം മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഒന്ന്, ഓസിലേഷൻ. എന്താണെന്ന് ആലോചിച്ചു? ഓസിലേഷൻ അല്ലെ? തോണി ഇങ്ങനെ മനസ്സിലേക്ക് വരിക, തോണി ഇവിടെ നിന്നു, തോണി അവിടെ പോയി, തോണി തിരിച്ചു വന്നാൽ ഒരു ഓസിലേഷൻ ആയില്ലേ? അപ്പൊ ഓസിലേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണ്? തുലന സ്ഥാനം എന്താണ്? തുലനാവസ്ഥ എന്താണ് അല്ലെ? അതായത് തോണി ഇങ്ങനെ ആടാതെ ആൾക്കാരെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലം ആടാതെ അനങ്ങാതെ അഡ്ഡപ്പെട്ട് ഇങ്ങനെ തൂങ്ങി ആടി നിൽക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് എന്ത് പറയാം? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. ഇനി അടുത്താണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്രത്തോളം അല്ലെ ആടിയിട്ടുണ്ടോ, എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ്, എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം ഇതിന് സംഭവിച്ചിട്ടുണ്ടോ, അതാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ പറയാനുണ്ട്. അപ്പം ഇതില് ദോലനം എന്താന്ന് കാണാതെ പഠിക്കണോ? വേണ്ട. രണ്ട്, ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലനസ്ഥാനം എന്താന്നുള്ളത് കാണാതെ പഠിക്കണോ? അതും വേണ്ട. ആംപ്ലിറ്റ്യൂഡ് കാണാതെ പഠിക്കണോ? ആംപ്ലിറ്റ്യൂഡ് കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും ആംപ്ലിറ്റ്യൂഡ് എന്താന്നുള്ള വ്യക്തമായ ധാരണ ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കണം. എന്തൊക്കെ ധാരണ ഉണ്ടെങ്കിലും, കാരണം ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ബോക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അപ്പം ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇവിടേക്ക് ദൂരം ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസിനെ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ആണ് മീറ്റർ. അപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്താ മക്കളെ? മീറ്റർ ആണ്. എല്ലാവരും ഓർത്ത് വെക്കുക കേട്ടോ, മീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം മില്ലിമീറ്ററിൽ, സെന്റിമീറ്ററിലേക്ക് നമുക്ക് അളക്കാമെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം നോർമലി അളക്കുക ഏത് യൂണിറ്റിലാ? മീറ്ററിലായിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമേ, ചെറിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ.
നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായ വലിയ ക്ലാസ് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ചാപ്റ്റർ അത്യാവശ്യം ഡെപ്തുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ ക്ലാസ്സുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. വളരെ കുറച്ചേ എടുത്തുള്ളൂ. അപ്പം ഇത് വെറുതെ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡോസ് രൂപത്തിൽ തന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.